നമസ്കാരം. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി ഓണംകളിപ്പാട്ടുകളൊക്കെ എഴുതി ചിന്തുപാട്ടിലൊക്കെ എഴുതി നമ്മുടെ സുഹൃത്ത് റിഞ്ചു മേലോട് സ്വാഗതം ചെയ്യാം. റിഞ്ചേട്ടാ നമസ്കാരം. സന്തോഷം. നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി, അതായത് ചേട്ടനൊന്ന് പരിചയപ്പെടുത്തി, അതുപോലെ തന്നെ ചേട്ടൻ്റെ ആ എഴുത്തും പാട്ടുകളും ഒക്കെ കുറിച്ച് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കാനായിട്ടൊരു ചെറിയൊരു അതിപ്പോൾ ഞാൻ ഒരു 12-13 വർഷങ്ങൾക്ക് മുമ്പ് പ്രതിഭേടനൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഈ ഓണങ്ങളി മേഖലയിലേക്ക് ഔപചാരികമായിട്ട് വന്നപ്പെട്ട ആളാണ്. അന്നൊക്കെ ഓണങ്ങളൊക്കെ വലിയൊരു ആവേശമായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഒരുപാട് പാട്ടുകാരും ഒരുപാട് മികച്ച കലാകാരന്മാരൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ ഒരു മോഹം കൊണ്ട് ഒരു വിടച്ചൊല്ലുന്ന ഒരു പാട്ടായിട്ടാണ് നമ്മൾ ആദ്യം ഇറങ്ങിയത്. അപ്പോൾ ജനങ്ങൾ അത് ഏറ്റെടുത്തു, അത് മുന്നോട്ട് കൊണ്ടുപോയിപ്പോൾ ഒരു ആവേശം കൊണ്ട് വീണ്ടും അതിലേക്ക് വന്നു. ഇന്നത് ഒരു 15 വർഷമായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് വെച്ചാൽ ഇപ്പോഴുള്ള എല്ലാ മേഖലയിൽപ്പെട്ട ഓണങ്ങളിലെ എല്ലാ ടീമുകൾക്കും പറ്റാവുന്ന ടീമുകൾക്കൊക്കെ പാട്ട് എഴുതി കൊടുക്കാനുള്ളൊരു നമുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ നല്ല മികച്ച സപ്പോർട്ട് നമുക്ക് തരുന്നതുകൊണ്ട് നമ്മളിവിടെ നിലനിൽക്കുന്നു. പിന്നെ ഇപ്പോൾ പറഞ്ഞ തേടി പിടിച്ച് നമ്മളെ കണ്ടെത്താവുന്ന ഒരു മേഖലയ്ക്ക് നമ്മൾ വളർന്നിട്ടില്ലെങ്കിലും തേടി വന്നതിന് ഒരുപാട് ചേട്ടാ അതല്ല നമ്മൾ, അതായത് ചേട്ടന് ഇത്രയധികം പാട്ടുകൾ എഴുതി, അതായത് തൃശ്ശൂർ മേഖല, തൃശ്ശൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഓണങ്ങളിക്ക് പ്രധാനമായിട്ടുള്ള ഒരു പ്രചാരമുള്ളത്. അപ്പോൾ അവിടെ ഒട്ടുമിക്ക ഒരു അനവധി പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അത് അത്രയും ഹിറ്റായ പാട്ടുകളാണ്. പക്ഷേ വേദികളിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലോ ചേട്ടൻ്റെ പേര് അവിടെ പറയപ്പെടുന്നതോ അങ്ങനെയുള്ള കേൾക്കുന്നില്ല അല്ലേ? അപ്പോൾ ഇതിൻ്റെ രചന സംഗീതവും റിഞ്ചു മേലൂർ അല്ലെങ്കിൽ റിഞ്ചു അങ്ങനെ അതില് അതിനോട് നമുക്ക് വിഷമിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഓണങ്ങളി മേഖലയിൽ ഒരു ടീമിൽ 60 പേര് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 10-12 ടീമുണ്ട്. അപ്പോൾ നമുക്കൊരു 720ഓളം പിള്ളേർ കളിക്കുന്നുണ്ട്. അതിൽ തന്നെ പാട്ട് പാടുന്നവർ കൂട്ടി കഴിഞ്ഞാൽ നമുക്കൊരു 180 പേരുള്ളൂ. എഴുതുന്നവർ ഇപ്പോഴും അന്നും ഇന്നൊക്കെ ഉള്ളത് 8-9 പേരൊക്കെ ഉണ്ട്. അതിൽ എന്നെക്കാളൊക്കെ ലെജൻസ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ആരും പേരെടുത്ത് പറയുന്നില്ല. അപ്പോൾ അവരൊക്കെ മേഖലയിലേക്ക് നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് എത്തിപ്പെടാൻ കഴിയുക, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴും അതിൽ നിലനിന്ന് പോകാമെന്ന് കഴിയുന്നതൊക്കെ വളരെ ഭാഗ്യമായിട്ട് കാണുന്നു. അപ്പം അവർ നമ്മുടെ കൂട്ടത്തിലൂടെ നമ്മളെ കൂട്ടുന്നതിന് ഒരു സന്തോഷം. പക്ഷെ അതല്ല, നമ്മൾ ഒരു പാട്ട് ഇറക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈണവും എഴുത്തും ചേട്ടനാകുമ്പോൾ എന്തായാലും അത് കേൾക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കണമല്ലോ. കാരണം വെച്ചാൽ ഇത് ഈ പാട്ട് സൃഷ്ടിച്ച ആള് റിഞ്ചു മേലൂരാണെന്ന്. കാരണം വെച്ചാൽ അത് പാടുന്ന ഒരു പാട്ടുകാരൻ്റെ ഒരു കടമയാണത്. കാരണം ചേട്ടനെ റിവീൽ ചെയ്യാന്നുള്ളത്. അത് സംബന്ധിച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഓണങ്ങളി മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പാട്ടുകാരും അതുപോലെ എഴുത്തുകാരും ഉള്ളവരുണ്ട്. നമുക്കിതിൽ ഒരു മത്സരങ്ങൾ തമ്മിൽ, നമുക്ക് മത്സരം ടീമുകൾ തമ്മിലാണ് മത്സരം വരുന്നത്. എഴുത്തുകാരോ കളിക്കാരോ നമ്മൾ വ്യക്തിപരമായിട്ട് മത്സരം. കാരണം വെച്ചാൽ എല്ലാവർക്കും പ്രസൻറ്റ് ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഓണങ്ങളി മേഖലയിലുണ്ട്. അവർക്ക് അവരെ കഴിവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. അതിൽ മികച്ച കഴിവ് ഉള്ളവർ നിലനിൽക്കും. അല്ലാത്തവരപ്പോൾ ഇത്തിരി ഫ്ലോപ്പ് ആവും. എന്നാലും അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ ഓണങ്ങളി മേഖലയിലുണ്ട്. അവനവൻ്റെ കഴിവുകൾ കണ്ടെത്തി അതിലേക്ക് മുന്നോട്ട് വരിക എന്നുള്ള അവരോട് പറഞ്ഞു തരാനുള്ളൂ. ഞാനിപ്പോഴും എന്നിട്ട് പറയാം, ഒരേ പാറ്റേണിൽ നിലനിന്ന് പോയെങ്കിലും ഇത്ര ടീമുകൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരു മത്സരത്തിന് നമ്മുടെ പാട്ടുകൾ ഉപയോഗിക്കുമ്പോൾ ഞാൻ അതിൽ ഒരുപാട് ഹാപ്പിയാണ്. ഒരുപാട് സമ്മാനങ്ങൾ നമ്മുടെ പാട്ടുകൾക്ക് വാരി കൂട്ടുമ്പോൾ നമുക്കത് വീട്ടിൽ നിന്നാലും കേൾക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമാണ് നമുക്ക് ആഗ്രഹിക്കുന്നത്. ഞാൻ അതിൽ വേറെ ഒന്നും കാര്യം ചിന്തിച്ചിട്ടില്ല, ഇന്ന് വരെ ആലോചിച്ചിട്ടില്ല. ഇപ്പോഴും തന്നെ ഞാൻ എന്നോട് വിളിക്കുമ്പോൾ തന്നെ എനിക്കൊരു ലൈവിൽ വരാനോ അങ്ങനെ വരണോ താല്പര്യമില്ലാത്ത ആളാണ്. പക്ഷേ എന്നിട്ട് പറയും ചില സൗഹൃദങ്ങളുടെ പേരിൽ പിന്നെ അങ്ങനത്തെ പേരിലൊക്കെ നമ്മൾ വരുന്നു. പക്ഷേ ഈ മേഖല നിലനിന്ന് പോകണമെന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഹാപ്പിനെസ്. അതുപോലെ തന്നെ നമ്മുടെ മനോജേട്ടൻ പാലക്കൊന്നല്ല, അമ്പലൂരല്ലേ? ചേട്ടനും പാട്ടിൽ എഴുതി കൊടുത്തിട്ടുണ്ടല്ലേ? പിന്നെ ആള് ചേട്ടൻ കുറെ ടീമുകളിലും ഓണങ്ങളിൽ കളിക്കുന്നുണ്ടല്ലേ? മുന്നൊക്കെ 10-25 കൊല്ലമായിട്ട് ഓണക്കളി മേഖലയിൽ തന്നെ, 25 കൊല്ലമായിട്ട് മേഖലയിൽ തന്നെ ഉണ്ട്. പല ടീമുകളിലായിട്ട് നമ്മൾ പോയിട്ട് കളിക്കാറുണ്ട്. ഇതുപോലെ പാട്ടും പാടുന്നുണ്ട്. അതിപ്പോ ആളുടെ സംഗീതത്തിലുള്ള ആളുടെ രചനയിലൊരു പാട്ട് ചേട്ടൻ ഇപ്പൊ ചേട്ടൻ വേദിയിൽ പാടുന്നത് ഞാൻ വേദിയിൽ പാടിയിട്ടുള്ള പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പിന്നെ ഉണ്ട്. അത് ലവണജലാമിതിയാർന്നല്ലെങ്കിൽ മേഘങ്ങൾ വിറപ്പൂണ്ടടാ, ഇളകിയാടുമീ രാജധാനിയിൽ കശകണ്ഠൻ അലറുന്നടാ. ലവണജലാനിധിയാർന്നല്ലെങ്കിൽ മേഘങ്ങൾ വിറപ്പൂണ്ടടാ, ഇളകിയാടുമീ രാജധാനിയിൽ രസകണ്ഠൻ അലറുന്നടാ. രാവണിയോ രണഭൂമിയിലാണ്ടു തേടിയതോ മണ്ടോദരി, ലങ്കാപുരിയെ മാറ്റൊലിയായി ഇന്ദ്രജിത്തിന്റെ നാമവും. ലവണജലാനിധിയാർന്നല്ലങ്കയിൽ മേഘങ്ങൾ വിറപ്പൂണ്ടടാ, ഇളകിയാടുമീ രാജധാനിയിൽ രസകണ്ഠൻ അലറുന്നടാ. അടിപൊളി. അതായത്
ആദ്യം യുവതാരയ്ക്ക് വേണ്ടി പാട്ട് ചെയ്ത് കൊടുത്തണല്ലേ, ഇപ്പോൾ നടന്നിക്കായി. അപ്പോൾ ഈ രണ്ട് ടീമുകളും ഒരു വേദിയിൽ വരുമ്പോൾ രണ്ട് ടീമുകളും ചേട്ടൻ്റെ പാട്ട് പാടി മത്സരിക്കുമ്പോൾ ഇത് രണ്ടസ്ത്രങ്ങളും എതിരില്ലാത്ത സമമായിട്ട് മാറിയോ അല്ലെങ്കിൽ എങ്ങനെ? അത് എന്ന് പറഞ്ഞാൽ ഒരു മേഖലയിൽ ഒരു പാട്ടുകൾ നമ്മൾ പ്രസന്റ് ചെയ്ത് കൊടുക്കുമ്പോൾ പറഞ്ഞാൽ നമ്മുടെ പാട്ടുകളെക്കാളൊക്കെ ഏറെ അത് 60 പിള്ളേരുടെ ഒരു പ്രസന്റേഷൻ എന്ന് പറയുന്ന ഒരു വേദിയിൽ കളിക്കുന്ന പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ പാട്ട് ഇപ്പോൾ ആർക്ക് കൊടുത്താലും ആരാണ് ഭംഗിയായിട്ട് പാടുന്നത് അവർക്ക് അതിൽ വിജയിച്ചു പോരാന്നുള്ളതാണ്. കാരണം മാർക്ക്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ നമുക്ക് ഒരുപാട് ജഡ്ജ്മെന്റ്സ് ഉണ്ട്. അത് വേദികളിൽ കാണികൾ വിലയിരുത്തുന്നത് ഒന്ന്, ജഡ്ജ്മെന്റ് കളിയിരുത്തുന്നത് വേറെ ഒന്ന്, സംഘാടന സമിതികൾ വേറെ ഒന്ന്. അപ്പൊ അവർക്ക് എല്ലാവരും തൃപ്തി കൊടുത്തുകൊണ്ട് നമുക്ക് ഒരു പാട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മള് കാണികൾക്ക് ഓണങ്ങളി പാട്ടുകളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അല്ല ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പാട്ട് ചെയ്യുന്നത്. അതിൽ ഇന്ന് വരെ നമ്മൾ ഒരു 1ാം സമ്മാനത്തിനും 2ാം സമ്മാനത്തിനും വേണ്ടി ഞാൻ ഇന്ന് വരെ പാട്ട് എഴുതിയിട്ട് ഇനി എഴുതൂല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ കളിക്കുന്ന എല്ലാവരും ഒരു മത്സരത്തിൽ പറഞ്ഞ എല്ലാവരും എനിക്ക് എന്റെ സുഹൃത്തുക്കളാണ്, എന്റെ സഹപാഠികളാണ്. എനിക്ക് അതില് ഒരാളാണ് ഫസ്റ്റ് തിരഞ്ഞെടുക്കാൻ അവരെക്കാളും വരെ ബുദ്ധിമുട്ട് എനിക്ക്. അപ്പൊ ആരാണോ മികച്ച പെർഫോം ചെയ്യുന്നത് അവർക്ക് നല്ലത് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നതാണ്. അതിപ്പോ എന്നെക്കാളും മികച്ച രീതിയിൽ ചെയ്യുന്ന ഒരുപാട് കലാകാരന്മാർ ഇവിടെ ഉണ്ട്. അപ്പൊ എഴുത്തുകാരുണ്ട്. അവരൊക്കെ ഈ മുൻനിരയിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. നമ്മള് എന്താ രണ്ടും ആയാലും നമ്മൾ 2ാം സ്ഥാനത്ത് തൃപ്തനാവും. നമുക്ക് സ്ഥാനങ്ങൾ അത് പറഞ്ഞ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ സ്ഥാനങ്ങളോ അല്ലെങ്കിൽ പണമോ പാരിതോഷികമോ പ്രതിഫലമോ ഒന്നും പ്രതീക്ഷിക്കാനുള്ള എഴുത്തുകളാണ്. ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞ വെച്ചാല് സജീഷ് രിസരി പാടി പാട്ട്, അതിന്റെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്, 1000 താരങ്ങൾ. അതിന്റെ പിന്നിൽ ചെറിയൊരു കഥ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് ഉണ്ടായ ഒരു സാഹചര്യം അല്ലെങ്കിൽ അവരൊന്ന് മനസ്സിലാക്കി. അത് എന്ന് പറഞ്ഞാൽ നിസിലെ പാട്ട് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ കാസറ്റ് വർക്കാണ്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ സീഡികളുടെ കാലഘട്ടം വന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ സജീഷ് എന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നുവരെയൊക്കെ പാടി നിൽക്കുന്ന സമയത്താണ്. അപ്പൊ ഞങ്ങളത് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രസന്റഡ് മൈൻഡോടുകൾ ചെയ്ത പാട്ടാണ് 1000 താരങ്ങൾ മിന്നണതെന്ന് പറഞ്ഞ പാട്ട്. അത് ഒരുപാട് വേദികളിലൊക്കെ പുള്ളിയെ പാടി ഗംഭീരമാക്കിയിട്ടുണ്ട്. പക്ഷേ എന്താ പറയാ, അപൂർവം ചില ആൾക്കാർക്ക് എന്റെ സുഹൃത്തുക്കൾക്ക് മാത്രമേ ഉള്ളൂ ഇതിന്റെ രചന സംഗീതമൊക്കെ ചെയ്ത് ഞാനായിരുന്നു. അതും പുറത്ത് പറ്റില്ല. അത് അന്നത്തെ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മികച്ച എഴുത്തുകാരുടെ ലേബലുകളും കാര്യമൊക്കെ നമ്മളന്നത്തെ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പും ഫേസ്ബുക്കും ഉപയോഗിക്കാത്ത കാര്യം ഞാനും ഇത്തിരി പിന്നോട്ടായിരുന്നു. അന്ന് ഈ നോക്കിക്കൂടെ ഫോണെ കൊണ്ടുവരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ ഇതൊക്കെ ഓൺലൈനിലൊക്കെ വന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേരുള്ള അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല, നമ്മൾ കേട്ടിട്ടില്ല. അപ്പൊ അതൊക്കെ ചെറിയ വിഷമം. അതും ഇതുപോലെ തന്നെ പ്രതിഫലമൊന്നും കിട്ടാതെ കൊടുത്ത പാട്ടാന്ന് തോന്നുന്നത്. അതൊക്കെ അങ്ങനെ കാര്യങ്ങളൊക്കെ അത് പോട്ടെ. അല്ല, നമ്മുടെ കഴിവിനെ ആർക്കും കൊണ്ടുപോകാൻ പറ്റില്ല. പാട്ടുകൾ എത്ര വേണം കൊണ്ടായാലും അതിനപ്പുറം നല്ല പാട്ടുകൾ വരും. അല്ല, നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇപ്പോഴത്തെ മേഖലയിൽ അവർ തെരഞ്ഞെടുക്കുമ്പോൾ അവർ മികച്ച പാട്ടുകൾ നോക്കിയിട്ട് അവർ സെലക്ട് ചെയ്തെടുക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. ഈ പാട്ടിൽ പാടുമ്പോൾ ആളുകൾ വേദികളിൽ ചോദിക്കാറുണ്ട് ഈ പാട്ടൊന്ന് പാടാമെന്ന്. അപ്പെങ്കിലും ഒന്ന് പറയുകയാണെങ്കിൽ അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ പുള്ളി പാടിയിട്ടുണ്ട്. അപ്പൊ ഒരുപാട് വേദികളിലൊക്കെ പാടിപ്പോ നമ്മള് നമുക്ക് സന്തോഷം തോന്നിയിട്ടുണ്ട്. അത് ശരിയാണ്. നമ്മള് എഴുതിയൊരു പാട്ട് വേദികളിൽ കേൾക്കാൻ തുടങ്ങും. അതാണല്ലോ ജീവൻ കൊടുത്ത് ജീവിച്ചു പോണല്ലോ. അത് എന്നിട്ട് പറയാ ആരോടും അങ്ങനെ ഒരു ഇഷ്ടക്കുറവോ ഒരു അല്ല, ചേട്ടൻ കഴിവുള്ളൊരു കലാകാരന്. ചേട്ടൻ ആ പാട്ട് പോയാൽ പാട്ടിൽ ചേട്ടൻ വീണ്ടും എഴുതിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ ഈ വർഷം സമിതികൾക്ക് വേണ്ടി എത്ര പാട്ടില്? ഞാനിപ്പോ ഇപ്പൊ തന്നെ ഇന്നലെ വരെ ഒരു 7 ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോ ഒരു 3 കൂടി ചെയ്യണ്ട. 10 ഈ തവണ അവസാനിപ്പിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ സുഹൃത്തുക്കൾ പല പാട്ട് എഴുതുന്നവരുണ്ട്. അപ്പൊ എല്ലാ ടീമിലും മത്സരം വരുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ടീമിനും എഴുതുന്ന ഞാനാണെങ്കിൽ തന്നെ എല്ലാ ടീമിലും എന്റെ പാട്ടുകൾ തമ്മിൽ അങ്ങോട്ട് കൊണ്ട് കത്തിക്കുത്തിട്ട് അത്ര കാര്യം. കാരണം ഏഴുകളിലൊക്കെ കുറെ തല്ലുപാട്ടുണ്ട്, കഥയുണ്ട്. അപ്പൊ എന്താ പറയുക, ഞാനത് 10 പാട്ടുകൾ ചെയ്തിട്ടുള്ളൂ. അത് കുറച്ച് ടീമുകള് പുതിയതായിട്ട് വന്നവരുണ്ട്. പിന്നെ ലേഡീസിന്റെ 3-4 ടീം വിളിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ അവർക്കും ചെയ്തു കൊടുക്കണം. കാരണം നമുക്കിത് അറിയാവുന്ന ഒരു കലാരൂപം ആയതുകൊണ്ടുള്ള അവരെ നമ്മളെ വിളിക്കണേ. അപ്പൊ ആരോടും അങ്ങനെ ഇഷ്ടമില്ലാത്ത രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോകണം എന്നാണ് ഒരു ആഗ്രഹം. കാരണം ഇതിപ്പോ അങ്ങനെ ടീമുകളോ വ്യക്തികളോ നോക്കിയിട്ടൊന്നും എഴുതാൻ പറ്റിയ സംഭവമല്ല. ഇത് നമ്മുടെ കഥകൾ അതായത് രാമായണത്തില് അതിലിപ്പോ ചില ജഡ്ജ്മെന്റ് ഇപ്പൊ പുതിയതായിട്ട് വന്നപ്പോ കഴിഞ്ഞ വർഷമൊക്കെ പറഞ്ഞായിരുന്നു ഒരു കഥ പാടിയത് വേറെ കഥ പാടരുതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കഴിഞ്ഞ തവണ 2-3 പാട്ടുകളൊക്കെ മാറ്റി വെക്കേണ്ടി വന്നു. അപ്പൊ അവരോടൊക്കെ നമുക്ക് പറയാനുള്ളൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു കഥ മറ്റു ടീമിൽ പാടാ അല്ലെങ്കിൽ പാടാണ്ടിരിക്കുക എന്നുള്ളതല്ല. അതിന് കൊടുത്തിരിക്കുന്ന സംഗീതം, അതിന് കൊടുത്തിരിക്കുന്ന രചന, അത് അവർ ചെയ്യുന്ന പ്രസന്റ് ചെയ്യുന്ന ആ രീതിക്ക് അനുസരിച്ച് വേണം നമ്മളിതിന് മാർക്കിടാൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ രാമായണം അല്ലാത്തൊരു കഥയിൽ വേറെ ഇത്
ബാലരമയിൽ എഴുതാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ രാമായണമായിട്ട് ഓരോ വരുന്ന കഥാപാത്രങ്ങൾ മറ്റൊരു കഥാപാത്രമായിട്ട് ബന്ധപ്പെട്ട കലാരൂപമാണത്. അപ്പൊ പറഞ്ഞ ഒരു രാമനായാലും ലക്ഷ്മണനായാലും ഇവരെ കുറിച്ച് സെപ്പറേറ്റ് ഒക്കെ എഴുതുമ്പോൾ തന്നെ ഇവരുടെ കഥാഭാഗം ഇതിൽ കയറി വരും. എല്ലാ പാട്ടിലും വരുമല്ലോ. അപ്പൊ ഈ കഥയായിട്ട് സാമ്യം തോന്നുന്നു. ആ പാട്ട് മാറ്റി വെക്കേണ്ടി വരും അത് എഴുതുന്നവർക്ക്, പാടുന്നവർക്ക്, അത് പ്രാക്ടീസ് ചെയ്ത് വരുന്ന ഒരു 60 കലാകാരന്മാരുടെ അവസ്ഥ ആലോചിക്കുക. കാരണം വെച്ചാൽ ഈ കൂലിപ്പണി കഴിഞ്ഞിട്ട് വൈകുന്നേരങ്ങളിൽ വന്നിട്ട് അവർക്ക് കിട്ടുന്ന റെസ്റ്റ് സമയം കൊണ്ടാണ് അവർ ഈ 3 മാസം കൊണ്ട് ഈ ഒരു കലാരൂപമായിട്ട് അവർ വരുന്നത്. അത് തന്നെ ഒരു 2-2.5 മാസം അവരാ ഒറ്റ കളിനെ ഒരു 2 മണിക്കൂർ കൊണ്ട് വിലയിരുത്തുന്നവരാണ് ഈ മാർക്കറ്റായിരിക്കുന്നത്. അപ്പൊ അവരോട് പറയാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് രാമായണമായിട്ട് ഉൾപ്പെട്ട കഥയാണ് അവർ പാടുന്നതെങ്കിൽ അവരുടെ കളി വിലയിരുത്തിക്കൊണ്ട്, അവരുടെ പാട്ട് വിലയിരുത്തിക്കൊണ്ട്, അവരുടെ ട്യൂണ് വിലയിരുത്തിക്കൊണ്ട് നിങ്ങൾ ഒരു ജഡ്ജ്മെന്റ് തയ്യാറാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനി നാളെ ഈ കലാരൂപം നിന്ന് പോയി കഴിഞ്ഞാൽ വേറെ തുടങ്ങി വെക്കാനുള്ള യുവതലമുറ വേറെ ഇല്ല. ഇത് അവരിപ്പോഴും നിലനിന്ന് കൊണ്ടുപോകുന്ന അവർ സാമ്പത്തികം മാത്രം നോക്കിയിട്ടില്ല. ഈ 60 ആൾക്ക് പങ്കുവെച്ച് വരുമ്പോൾ കിട്ടുന്നത് അവർക്ക് കിട്ടുന്ന ഒരു ദിവസം പണിക്കാശ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം വെച്ചാൽ ഇത് എപ്പോഴും നിലനിന്ന് പോകാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് കാരണമാണ് ഞാനിപ്പോൾ ഇത് എഴുതുന്നത്. കാരണം ഇതൊന്നും കിട്ടാത്ത ആളാണ് ഞാനിപ്പോൾ എഴുതുന്നപ്പോൾ പറഞ്ഞു. ഞാനിപ്പോൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് നിലനിന്ന് പോവുക എന്നുള്ളതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലെജൻസിലായിട്ടുള്ള ഒരുപാട് സുരേന്ദ്രേട്ടൻ, പ്രദീപേട്ടൻ, അവരുടെ കാര്യം പറഞ്ഞപ്പോൾ അതായത് സദാചാരനൊക്കെ അവർ കൊണ്ടുവന്ന സംഭവങ്ങളൊക്കെ അവര് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു കാസറ്റ് ചേട്ടൻ ഇറക്കിണ്ടായിരുന്നു, CD ഹിറ്റ് പാട്ടുകള്, പൂനിലാവ്. അതല്ല അതിന്റെ ഹൈലൈറ്റ്. അതിലൊരു ഗാനം ചേട്ടൻ പാടിയിട്ടുണ്ട്. അതാണ് അതായത് മനുവിന് ഒരു 3 പാട്ട്, സജീഷ് 2 പാട്ട്, അങ്ങനെ ഹിറ്റ് പാട്ടിൽ കൊടുത്തിരുന്നത്. എന്താ പറയാ, അത് അതിലുണ്ടായിരുന്നു. പിന്നെ സജീഷ് ഇപ്പൊ കൈകൊട്ടികളി വേദികളിലൊക്കെ കേൾക്കണ കവളിനൊരു കുങ്കുമം, ആ പാട്ട് സജീഷ് പാടി. അതുകൂടാതെ തന്നെ അതിൽ ലാസ്റ്റ് ഒരു പാട്ട് ചേട്ടൻ പാടിയതുണ്ട്. അതിന്റെ വരി 2 വരി ഒന്ന് ഓർമ്മിച്ചൊന്ന് പാടാമോ? അതൊന്ന് ക്യാസിൽ പാടാൻ ഒരു കഥയും കൂടി പറഞ്ഞു തന്നെ. അത് ഞങ്ങൾക്ക് അന്ന് സ്റ്റുഡിയോ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം റെക്കോർഡിങ്ങിനായിട്ട് നമ്മുടെ സ്റ്റുഡിയോ നമ്മൾ ഏറ്റെടുത്തായിരുന്നു. അപ്പൊ ഇവരെ 2 പേര് അന്ന് എന്താ പറഞ്ഞാൽ ഏറ്റവും ഹിറ്റ് പാട്ടുകൾ പാടുന്ന 2 പേരുണ്ട്. അപ്പൊ അവര് പാടിക്കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന ഒരു വേദി, അപ്പൊ നമുക്ക് ടൈം ഒരുപാട് മോശം തോന്നും ഇതിൽ വന്നു. അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പാട്ട് കൂടി ചെയ്യാനുള്ള സമയത്ത് എന്ന് പറഞ്ഞാൽ അവരെ പറഞ്ഞ് പഠിപ്പിക്കാനോ പാടി കേൾപ്പിക്കാനോ നമുക്ക് ടൈമില്ല. അപ്പോൾ എല്ലാവരും കൂടി കൂട്ടി തീരുമാനിച്ചപ്പോൾ ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ എഴുതിയേക്കുന്നത് ഞാനാണ്. ഇത് രചന ഞാൻ, സംഗീതം ഒക്കെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ വേറെ പുതുമയെന്ന് ഒരാളെ കൊണ്ടുവന്നത് ശരിയാവില്ല, നേരില്ല നമുക്ക്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പാടി നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനത് ചുമ്മാ ഒന്ന് പാടിയിട്ട് നോക്കിയതാണ്. അപ്പൊ അത് ഇന്നിപ്പോ യൂട്യൂബിൽ ഇതൊക്കെ ആൾക്കാർ നോക്കുന്നുണ്ട് അത് ഏത് ആളും പാടിയത്. ആ പാട്ടോടുകൂടി പിന്നെ അയാളുടെ പാട്ട് കേൾക്കാൻ അത് അന്ന് പാറിയാണ്ട് ആൾക്കാർ ഇഷ്ടപ്പെട്ടു. കാരണം എല്ലാവരും പാടി കേട്ടൊരു ട്യൂൺ വോയിസ് അല്ലല്ലോ അതിന്റെ. അപ്പൊ അങ്ങനെ പാടി കേട്ടപ്പോ അവർക്ക് അത് പാട്ട് ഒരുപാട് ഇഷ്ടമായി. പിന്നെ പാടാതിരുന്ന വെച്ചാൽ ആ ഇഷ്ടം നമ്മള് നിലനിർത്തി കൊണ്ടുപോകാൻ ഒരു ഭയം പോലെയാണ്. അന്ന് പോയ അത് ഉപ്പിലിട്ടതാവില്ല, ഉപ്പോളം വരില്ലല്ലോ ഉപ്പിലിട്ടത്. അപ്പൊ ഞാനത് അറിയാണ്ട് പഠിപ്പത് അങ്ങനെ വന്നു. ഭംഗിയായി എല്ലാവരും പറഞ്ഞു. 2 പേര് ഓർമ്മയുണ്ടെന്ന് അത് പാടാം. അപ്പൊ ആ ഒരു 12 വർഷത്തെ ഇഷ്ടക്കുറവുകൾ നമുക്ക് അതെ അത് പോട്ടെ. അപ്പൊ കഴിവ് എഴുതിക്കൊണ്ടിരിക്കുക, എഴുതി പാട്ടില് മുന്നോട്ടല്ലേ. പൊന്മകൻ ഇന്ദ്രജിത്തെ അമ്മ വിളിക്കുന്നടാ, ഈ വിളി കേൾക്കുന്നില്ലടാ എന്നും നീ എങ്ങു പോയി പൊരുളേ. രണഭൂമിയിലോടിയണഞ്ഞ് മണ്ടോദരിയാകെ തിരഞ്ഞ് കണ്ണീരോ പെരുമഴ പോലെ ചോരയിലായി വീണു കലങ്ങി. അമ്മക്കിനി കൂട്ടായി ആരടാ എന്നുണ്ണി, ജീവന്റെ മുത്തേ പൊരുളേ. തലയറ്റ ശരീരം കണ്ടു, ഉടലോട്ട് നയിച്ചതു കണ്ടു, കുറുനരികൾ കൂട്ടമതോടെ ചോര വീണ മണ്ണിലണഞ്ഞു. ഹൃദയം തകരും നീ കാഴ്ചകൾ കണ്ടമ്മ, ചുടുമണ്ണിൽ വീണു പിടഞ്ഞു. എത്ര വർഷമായിട്ട് അത് ഓർമ്മയില്ല. ചേട്ടൻ സൃഷ്ടി ചേട്ടൻ മറക്കാൻ 14 വർഷമേ. അതെ, ഗംഭീരായിട്ടുണ്ട് പാട്ട്. പക്ഷെ ആ പാട്ട് ഇത്രയും വേദികള് കഴിഞ്ഞിട്ടും ആദ്യം ചോദിച്ചു വന്നത് നീ മാത്രം അല്ല. നമ്മള് അത് പാട്ടിൽ കേട്ട് ഇഷ്ടമുള്ളത്. ഞാനൊന്നും മേടിച്ചിരുന്നു ആ കാസറ്റ്. നമ്മൾ അന്ന് അത്ര പരിചയമില്ലെങ്കിലും ഈ അടുത്ത കാലത്ത് പരിചയപ്പെട്ടെങ്കിലും. അപ്പൊ അതാണ് ചേട്ടൻ
അതിനാ കാസറ്റ് ഞാൻ സമ്മാന കൂപ്പൺ വെച്ചിട്ടുണ്ടല്ലോ. സമ്മാനകൂപ്പണില്ലെങ്കിലല്ലേ നമ്മൾ ഈ ഓണക്കളിപ്പാട്ട് അതാണ് പറഞ്ഞത്, പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ അല്ലെ എന്തായാലും അന്നൊരു ഗംഭീര കച്ചവടം നടത്തിയെന്നും പറഞ്ഞു. അതായത് കോനൂര് ഭാഗത്തായിരുന്നല്ലേ അത് ഒരുപാട്. അത് ചില അന്നത്തെ ഇറങ്ങിയ CD അന്ന് ഒരുപാട് പാട്ടുകൾ ഇറങ്ങിയപ്പോ പറഞ്ഞാൽ അത് ഈ പറഞ്ഞ ലെജൻഡ്മാര് സുരേന്ദ്രന്റെ പാട്ട് അതുപോലെ സുകേഷ് അവരൊക്കെ പാട്ടുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ വരുന്നില്ല. അപ്പൊ നമുക്ക് അവർക്ക് ഇതില് ഫ്ലെക്സ് ബോർഡിലൊക്കെ കണ്ടപ്പോഴല്ലോ ഇതൊരു ഏതൊരു മുതല് എന്താ കാണിച്ചെന്ന് അറിയാനൊരു ആകാംക്ഷ കൊണ്ട് അങ്ങനെ കുറെ ആൾക്കാര് വാങ്ങിച്ചു കൂട്ടി. അതല്ല ഇതിന്റെ വേറെ കേസിന്റെ ഈ പാട്ടില് മനുക്ക് വേദിയിൽ പാടിയിട്ടുള്ള പാട്ടില്ലേ, ഒരുപാട് വേദികളിൽ പാടുന്നുണ്ട്. ഈ പാട്ടുകൾ കേട്ട എന്തായാലും ആ കാസറ്റ് മേടിച്ചിട്ടും. കാരണം ഈ കളിക്ക് കേൾക്കുന്ന രീതിയും കാസറ്റ് ആകുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും കേൾക്കാമല്ലോ. അത് അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണ് ആ പാട്ട് അത്രയും വിജയിച്ചതുകൊണ്ടാണ് അല്ലേ. അതുപോലെ തന്നെ കുറെ ചിന്തുപാട്ടിൽ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. ചിന്തപാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനുള്ള കാലം എന്ന് പറഞ്ഞാൽ അച്ഛനൊരു സ്വന്തം ഒരു ടീം ഉണ്ടായിരുന്നു. അപ്പൊ അച്ഛനത് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് നിർത്തി കഴിഞ്ഞപ്പോൾ അച്ഛന്റെ കൂടെയുള്ള കുറച്ച് ടീംസിൽ അപ്പൊ അവർക്കൊക്കെ ഒരു ഇത് വിട്ടുപോകാൻ മടി. അപ്പൊ ഞാനപ്പോ ഒന്നുകൂടി ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് നിൽക്കണം. അപ്പൊ എനിക്കാണെങ്കിൽ ഇത് ഭയങ്കര ആവേശം നിൽക്കണം. അപ്പൊ ഞാനത് അവരെ കൂടെ നിന്ന് പാടി പഠിച്ച്. അപ്പൊ അന്നൊക്കെ പുതിയ പാട്ടുകൾ കിട്ടണമെങ്കിൽ വരും പാടാ, പഴയൊക്കെ നന്നാനൊക്കെ വെച്ച് പാടണം. അപ്പൊ ഞാൻ അന്ന് ഇങ്ങനെ തട്ടിക്കൂട്ടിട്ട് പാട്ട് എഴുതി. അന്ന് എഴുതിയ പാട്ട് ഇപ്പൊ അത് പാടി കഴിഞ്ഞപ്പോ അത് അവരുടെ ഉള്ളിലൊരു വലിയൊരു സംഭവമായി മാറി. അങ്ങനെയാണ് എന്നെക്കാളും മൂത്ത ആൾക്കാരുടെ ഉള്ളിൽ ഞാൻ ആശനായത്. പിന്നെ അതിപ്പോ 25 വർഷമായിട്ട് ആ ടീം കലാലയ കാവടിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. അത് ഇതിൽ ടീമിൽ പാടുമ്പോൾ തന്നെ മറ്റു ടീമുകൾക്ക് ഒരുപാട് ടീമുകൾക്ക് നമ്മൾ പാട്ടുകൾ ഇത് ചെയ്തു കൊടുക്കാറുണ്ട്. നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകുന്നതിന് എന്റെ മാത്രം ഒരു ഗുണം എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിലെല്ലാവരും ഒരേ മനസ്സോടുകൂടി 10-20 പേരുണ്ട്. അവരൊക്കെ നമുക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ നമ്മൾ പുറമേ നിന്നുള്ള ടീമുകളൊക്കെ വന്ന് ചോദിക്കും നമ്മൾ ഈ പാട്ടുകൾ അല്ലെങ്കിൽ വേറെ പുതിയ പാട്ടുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ അവർ നമ്മളെ സ്നേഹിക്കുന്നു എന്നറിയുന്നത്. വളരെ കേട്ട് നല്ല പരിചയമുള്ള പാട്ട്, അതായത് ശംഖ് കടഞ്ഞെടുത്ത ആ ഒരു പാട്ട്, അത് ചേട്ടൻ്റെ പാട്ടല്ലേ? അത് എന്റെ പാട്ട്. ആ ചേട്ടൻ ഓർമ്മയുണ്ടെങ്കിൽ രണ്ടുപേരും അതായതിപ്പോ ശംഖ് ഇപ്പൊ എന്റെ പുറമേക്ക് അധികം പോയിക്കണ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് അറുമുഖന്റെ ഈ ശംഖ് കടഞ്ഞ പാട്ടാണ്. അതില് നമുക്ക് ഇഷ്ടപ്പെട്ടത് അറുമുഖന്റെ ആയിരുന്നു. പക്ഷെ ആൾക്കാര് അത് എന്തോ ഏറ്റെടുത്തേക്കുന്നത് അത് ഗംഭീരം പാടി കേട്ടതൊക്കെ. അത് നമ്മളൊരു പാട്ട് ഇറക്കുന്ന എല്ലാ ടീമുകളും അതായത് കേട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ റെക്കോർഡ് എടുത്തിട്ട് പഠിച്ച് പാടുക, അതാണ് അതിന്റെ രീതി. അല്ല പാട്ട് പോണം, പാട്ട് ഇങ്ങനെ അപ്പോഴും ആളുകൾ അറിയണില്ല എന്നുള്ളൂ ഈ പാട്ട് ഇന്നാണത്. ആ വരിയൊന്ന് രണ്ടുപേരും കടഞ്ഞെടുത്ത പൊൻകഴുത്തിൽ നാഗമാലയണിയുന്ന ശങ്കര, നാഗമാലയണിയുന്ന ശങ്കര, ത്രൈലോക സുന്ദരൻ വൈകുണ്ഠവാസിതൻ മോഹിനി രൂപമോടെ വന്ന നാൾ മോഹിച്ചു നീ പുണർന്നു ശങ്കര, ശംഖു കടഞ്ഞെടുത്ത പൊൻകഴുത്തിൽ നാഗമാലയണിയുന്ന ശങ്കര, നാഗമാലയണിയുന്ന ശങ്കര.